ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഇൻട്രോ ഇല്ല, കാരണം ഇന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് മുമ്പേ ഞാൻ ഗ്യാസിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ആദ്യം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുത്തൊഴിച്ചിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ ഈ ബർണർ, അതായത് കറുത്തിരിക്കുന്ന നല്ല നമ്മൾ കഴുകാതെ വെച്ചിരിക്കുന്ന ബർണർ ഒരു 10 മണിക്കൂർ നമുക്ക് വിനാഗിരിക്കകത്ത് മുക്കി വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലൊക്കെ പിഴുപുളി കാണുമല്ലോ, അപ്പോൾ ആ പിഴുപുളി നമുക്ക് ഒരല്പം എടുത്തിട്ട് ഈ ബർണർ നല്ലോണം ഈ പിഴുപുളി ഇട്ട് ഉരച്ച് കഴുകിയെടുക്കാം. നമ്മൾ വിനെഗറിൽ 10 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഏകദേശം ഇളകി തുടങ്ങും. പിന്നെ നമ്മൾ പിഴുപുളിയും കൂടി ഇട്ട് ഒന്നുകൂടി തേക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടും. ഇനി നമുക്ക് കൂടുതൽ വെളുക്കാനായിട്ടാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്ന ഒരു മാജിക്ക്. ഇവിടെ നമ്മുടെ ഈ ബർണറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ വിരലുകൊണ്ട് തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഇരുമ്പിൻ്റെ പാത്രം കഴുകുന്ന ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഇവിടെ നമ്മൾ പിഴുപുളി ഇട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വെളുപ്പല്ലെന്നറിയാം, നമുക്കിനി വെളുപ്പിക്കാനാണ് ഇനി ഒരു മാജിക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വൈറ്റ് സിമെൻ്റ് ഉണ്ടെങ്കിൽ ഒരല്പം വൈറ്റ് സിമെൻറ്റിൽ ഇത് നല്ലോണം ഒന്ന് നനയ്ക്കാതെ വെറും പൊടി മാത്രം ഇട്ട് ഒന്ന് ഉരച്ചെടുക്കണം. ഉരച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ വൈറ്റ് സിമെൻ്റ് ഇട്ട് നല്ലോണം തൂത്ത് മിനുക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ബർണറിൻ്റെ കളറെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കിടു മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.